ഈ എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷമേ വീഡിയോയുടെ കാര്യത്തിൽ യാതൊരു കുറവില്ല. കാരണം ഓരോ സമയത്ത് ഓരോരോ റെക്കോർഡുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോ, ഇന്ന് തന്നെ 2-3 വീഡിയോ അല്ലേ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിനേക്കാൾ കളക്ഷൻ ഇന്ന് കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ബുക്ക് മൈ ഷോയും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 84,000-85,000 ടിക്കറ്റാണ് ഇന്നലെ മാത്രമായിട്ട് വിറ്റത്. അതൊരു മലയാള സിനിമയുടെ 10ാം ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ അത് മലയാള സിനിമയെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമാണ്. ഇപ്പം റിലീഫാകുന്ന പല ചിത്രങ്ങൾക്കും കിട്ടാതെ പോകുന്ന ഒരു സാധനം തന്നെയാണ് എമ്പുരാൻ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ശനിയാഴ്ച ദിവസം, ശനിയാഴ്ച ഞായറാഴ്ചയും വൈകുന്നേരമൊക്കെ നോക്കുമ്പോൾ ഫാസ്റ്റ് ഫില്ലിങ് വളരെ വേഗം നടക്കുന്നുണ്ട്. അങ്ങനെ ശനിയാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 3-4 കോടിക്ക് ഉള്ളിലുള്ള ഒരു തുക തന്നെയാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഇന്നലത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 2,60,00,000 അതിനേക്കാൾ കൂടുതൽ ഒരു 3 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് കൊണ്ട് 76-77 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. 77 കോടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ വേൾഡ് വൈഡായിട്ട് 245 ടച്ച് ചെയ്യും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നൊരു 5 കോടി രൂപയെങ്കിലും ഇന്ന് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. 5 കോടി രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്ന് 3.5-4 ടച്ച് ചെയ്യുവാണെങ്കിൽ നിശ്ചയമായിട്ടും ഒരു 5-5.5 കോടി എങ്കിലും വേൾഡ് വൈഡായിട്ട് നമുക്ക് ഈ ചിത്രം പ്രതീക്ഷിക്കാം. അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തയും വളരെ ശുഭകരമായ വാർത്തയാണ്. നാളെ സിനിമയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 80 കോടിയിലേക്ക് ടച്ച് ചെയ്യും കേരള കളക്ഷൻ. അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ട് 250 കട്ട് ചെയ്ത് മുന്നോട്ട് പോകാനാണ് സാധ്യത. അപ്പം ഞായറാഴ്ച അവധി ദിവസമാണ്. കേരളത്തിൽ നിന്ന് ഇപ്പം തന്നെ നമ്മൾ ബുക്ക് മൈ ഷോ ഒക്കെ പരിശോധിക്കുമ്പോൾ നല്ല ടിക്കറ്റ് ബുക്കിംഗ് കാണുന്നുമുണ്ട്. അപ്പം ഞായറാഴ്ച ഒരു 5 കോടിയൊക്കെ പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും 250 നാളെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകും. അതുപോലെ കേരളത്തിലെ ഇത് 82-83 റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് കേരളത്തിൽ നിന്ന് മാത്രമായിട്ടും 10-35 കോടിയോളം ഷെയർ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് എത്ര വരെ പോകും എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇത് 100 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത് നമ്മൾ നോക്കി കാണണം. കാരണം എല്ലാ പ്രദേശങ്ങളിലും 100 കോടിയിലേക്ക് കടന്ന വാർത്തകളാണ് വരുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രം 100 കോടി കടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ നമ്മളുടെ ചെറിയൊരു സംസ്ഥാനം, ആൾക്കാർ വേണമെന്ന് പറഞ്ഞാൽ 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. തമിഴ്നാടിനെയൊക്കെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം എമ്പുരാൻ എന്ന ചിത്രത്തെ മലയാളികൾ എന്തുമാത്രം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഈ വരുന്ന കളക്ഷൻ എല്ലാം തന്നെ. ഇപ്പം നമ്മൾ മാസങ്ങളോളോ വർഷങ്ങളോളോ നീണ്ടു നിന്ന തിയേറ്ററിലെ കളക്ഷനെ പറ്റി ഒന്നുമല്ല നമ്മൾ പറയുന്നത്. ഒരാഴ്ച പിന്നിട്ട് ചിത്രത്തിൻ്റെ കളക്ഷനെ പറ്റിയാണ് പറയുന്നത്. ആ കളക്ഷൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. 250 കോടിയുടെയും കേരളത്തിൽ നിന്ന് 80 കോടി രൂപയുടെയൊക്കെ കളക്ഷൻ്റെ കാര്യം പറയുന്നത് അല്ലേ. വളരെയേറെ അത്ഭുതമായി. നമുക്ക് ഈ എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റത്തില്ല. സ്വപ്നം കാണുന്നതാണെന്ന് തോന്നിപ്പോൾ ആ രീതിയിലുള്ള കാര്യമായിരുന്നു. ഇപ്പം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം റെക്കോർഡിക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ സൗദി അറേബ്യയുടെ കാര്യം പറഞ്ഞായിരുന്നു. സൗദിയിൽ റെക്കോർഡ് കളക്ഷൻ, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ 20 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വന്നു എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും എമ്പുരാൻ തകർത്തു വാരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2ാമത്തെ ശനിയാഴ്ചയാണിന്ന്. അതുപോലെ എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം 2ാമത്തെ ഞായറാഴ്ചയാണ്. അത് എന്തുമാത്രം കളക്ഷൻ നേടും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എമ്പുരാൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും. 100 കോടി രൂപയിലേക്ക്, കേരളത്തിൽ നിന്ന് 100 കോടിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 100 കോടി ഇത് ചിത്രം നേടുകയാണെങ്കിൽ ഒരു സംശയമില്ല, ഇത് 300 കോടിയിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ ഒരു സ്വപ്ന ടാർഗറ്റാണ് ഈ 300 കോടിയും 100 കോടി കേരളത്തിൽ നിന്ന്. അതിലേക്ക് എത്തട്ടെ, എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ. അല്ലെങ്കിൽ ഇന്ന് ഈ പ്രാവശ്യം എത്തിയില്ലെങ്കിലും ഞങ്ങൾ പിന്മാറത്തില്ല. അടുത്ത ചിത്രമായിട്ട് വരും ഞങ്ങൾ. ഈ ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കിയിരിക്കും. അതാണ് ചരിത്രം. ഈ ചരിത്രം മാറ്റി എഴുതാൻ ഇപ്പം മലയാളത്തിൽ ജീവിക്കുന്ന ഒരു നടന്മാരെ കൊണ്ടും പറ്റില്ല എന്ന് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ഇതൊക്കെ കേട്ടേ പലർക്കും
വിഷമമൊക്കെ ആകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു വശത്ത് പോയിരുന്ന് സമാധാനമായിട്ട് കരഞ്ഞിട്ട് പോവാം. എത്തും വരെ എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.